ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ പരിക്കേറ്റവരെ മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വനിതാ പ്രവർത്തകയെ അവിടെ നിന്നും മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് കാഞ്ഞങ്ങാടും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് RDO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായിരുന്നു. കണ്ണൂരിലുണ്ടായ സംഘർഷത്തിൽ മുടി വലിച്ചിഴച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുടി മുറിച്ച് പോസ്റ്റലായി നൽകിയാണ് യൂത്ത് കോൺഗ്രസുകാർ തിരുവനന്തപുരത്ത് പ്രതിഷേധിച്ചത്. ഇപ്പോൾ ആലപ്പുഴയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് RDO ഓഫീസിന് മുന്നിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയിരുന്നു. അവിടെയും സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് മുടി മുറിച്ച് പോസ്റ്റലിൽ അയച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പോലീസിന്റെ അതിക്രമം ആരോപിച്ചാണ് അവർ മുടി മുറിച്ച് അടക്കം പ്രതിഷേധം അറിയിച്ചത്. ഇപ്പോൾ ആലപ്പുഴയിൽ വലിയ സംഘർഷമുണ്ടായതിനെ തുടർന്ന് അവിടെ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. ആ പ്രവർത്തകരെ അവിടെ നിന്നും മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വനിതാ പ്രവർത്തകരുടെ തലയിലടക്കം പരിക്കേറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വനിതാ പ്രവർത്തകരുടെ തലയിലടക്കം പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ആലപ്പുഴയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാനമാകെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് കാഞ്ഞങ്ങാടും തിരുവനന്തപുരത്തുമാണ് സമാനമായ പ്രതിഷേധം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വിവാദവും ഉണ്ടായിരുന്നു. MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അടക്കം അയച്ചാണ് യൂത്ത് കോൺഗ്രസ് നിയമ നടപടി സ്വീകരിച്ചത്. പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. ഏത് അറ്റം വരെയും പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പറഞ്ഞത്. ഇപ്പോൾ ആലപ്പുഴയിൽ പരിക്കേറ്റ വനിതാ പ്രവർത്തകയെ കാറിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തലയ്ക്കടക്കം പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാടും സമാനമായ പ്രതിഷേധം ഇന്നുണ്ടായിരുന്നു. RDO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് വലിയ സംഘർഷമുണ്ടായത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസ് വനിതാ പ്രവർത്തകയുടെ മുടി വലിച്ചിഴച്ചു എന്നാരോപിച്ച് മുടി മുറിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നടത്തിയത്. നേരത്തെ ആലപ്പുഴയിലുണ്ടായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിരുന്നു. നേരത്തെ കാസർഗോഡ് ജലപീരങ്കി പ്രയോഗിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ജനക്കൂട്ടം, വലിയ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിരുന്നു. തുടർന്നാണ് ഈ പോലീസുമായി ഒരു സംഘർഷമുണ്ടാകുന്നത്. ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. കാഞ്ഞങ്ങാട് RDO ഓഫീസിന് മുന്നിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ അടക്കം വളഞ്ഞിട്ട് തല്ലി എന്നൊരു ആരോപണം കൂടിയുണ്ട്. നിരവധി പ്രവർത്തകർക്കും പോലീസുകാർക്കും നേരത്തെ പരിക്കേറ്റിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ വനിതാ പ്രവർത്തകയെ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് അവിടേക്ക് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച വ്യാപകമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപ് ആലപ്പുഴയിൽ നടത്തിയ സംഘർഷത്തിലാണ് വലിയ പരിക്കുകൾ ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴയിലെ ജലപീരങ്കിയാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകർക്ക് നേരെ ആലപ്പുഴയിലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. വനിതാ പ്രവർത്തകയ്ക്ക് അടക്കം തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. പോലീസിന് നേരെ കല്ലേറടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരുന്നു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ബാരിക്കേഡ് തള്ളിയാണ് നേരത്തെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ആലപ്പുഴയിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കലക്ടറേറ്റിന് മുന്നിലായിരുന്നു ആലപ്പുഴയിലെ പ്രതിഷേധം.
ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ലാത്തി വീശുന്ന സാഹചര്യമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനെ അടക്കം പോലീസ് വളഞ്ഞിട്ട് തല്ലി എന്നൊരു പരാതി അവർ ഉന്നയിക്കുന്നുണ്ട്. നിരവധി പ്രവർത്തകർക്കും പോലീസിനും ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്ക് പരിക്കേറ്റ വനിതാ നേതാവിനെ ഇപ്പോൾ അല്പസമയം മുൻപാണ് കാറിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. കാസർഗോഡും തിരുവനന്തപുരത്തും നേരത്തെ അല്പസമയം മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് RD ഓഫീസിലുണ്ടായ പ്രതിഷേധത്തിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഇന്ന് വീണ്ടും യൂത്ത് കോൺഗ്രസ് സമരത്തിനിറങ്ങുകയാണ്.